ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ നാരായണ നാരായണ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമഃ. രാമ 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 രാമ. ഓം അഭീപ്സിതാർത്ഥസിദ്ധ്യർത്ഥം പൂജിതോ യസ്സുരൈരവി സർവവിഘ്നച്യുതേ തസ്മൈ ഗണാധിപതയേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. യാ ദേവീ സ്തൂയതേ നിത്യം വിബുധൈഃ വേദപാരഗൈഃ സാ മേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപാ സരസ്വതി. വേദവ്യസിതനാഥായ പരാശരസുതായ ച സുഖായ ആനന്ദരൂപായ തസ്മൈ ശ്രീവ്യാസായ തേ നമഃ. രാമം വിശ്വമയം വന്ദേ രാമം വന്ദേ രഘോദ്വഹം രാമം വിപ്രവരം വന്ദേ രാമം ശ്യാമാഗ്രജം ഭജേ. ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ഓം സംസാരസാഗരേ മഗ്നം പതിപുത്രധനാദിഷു ഭ്രമാമി മായയാ തേദ്യ പാദമൂലമുപാഗതാം. സംസാരസാഗരേ മഗ്നം പത്നീപുത്രധനാദിഷു ഭ്രമാമി മായയാ തേദ്യ പാദമൂലമുപാഗതാം. ദേവാത്വദ്രൂപമേതന്മേ സദാ തിഷ്ഠതു മാനസേ ആവൃണോതു ന മാം മായ തവ വിശ്വവിമോഹിനി. സദാ മേ സീതയാ സാർദ്ധം ഹൃദയേ വസ രാഘവ. ഗച്ഛതസ്തിഷ്ഠതോ വാപി സ്മൃതി സ്യാന്മേ സദാ ത്വയി. ദേവദേവ ജഗന്നാഥ പരമാത്മൻ സനാതന നാരായണാഖിലാധാര വിശ്വസാക്ഷിൻ നമോസ്തുതേ. ദേവി ഗംഗേ നമസ്തുഭ്യം ഗോവിന്ദപ്രിയഭാമിനി. ദേഹദേഹി രക്ഷചൈക ജീവാധാരജലപ്രിയേ. മൈഥിലി ജാനകീ മാതേ ഭൂമിപുത്രീ ഫലപ്രദേ. രാമപത്നി ക്ഷമാശീലേ സീതാദേവി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീരാമ ശരണം സമസ്തജഗതാം രാമം വിനാ കാ ഗതി. രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമഃ. രാമാൽത്രാസ്യതി കാലഭീമഭുജഗോ രാമസ്യ സർവം വശേ. രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമ ത്വമേവാശ്രയാ. ഓം നമഃ ശിവാഭ്യാം അതിസുന്ദരാഭ്യാം അത്യന്തമാസക്തഹൃദാംബുജാഭ്യാം അശേഷലോകൈകഹിതം കരാഭ്യാം നമോ നമഃ ശങ്കരപാർവതീഭ്യാം. ശ്രീ ഗുരുവായൂരപ്പ. ഓം ശ്രീരാമചന്ദ്രനിടത്തായി സീതയും മുന്നിൽ ഹനുമാനും ലക്ഷ്മണനും തഥാ. പിന്നിൽ ഇടത്തായി ഭരതനും ശത്രുഘ്നൻ മുന്നിൽ വിഭീഷണൻ സുഗ്രീവനങ്കദൻ. ജാമ്പവാൻ മറ്റ് കപിവീരരും മുനി ദേവകളും ഋഷി നാരദ അഗസ്ത്യരും പൗരരും സ്ത്രീകളും മന്ത്രിമാരും സ്തുതി ചെയ്യുന്ന രാമനാം ശ്രീഹരി വിഷ്ണുവേ. ഓ നമോ നാരായണായ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. നമഃ ശിവായ സാംബായ സഗണായ സസൂനവേ പ്രധാനപുരുഷേശായ സൃഷ്ടിസ്ഥിത്യന്തഹേതവേ
मन्नाथ श्री जगन्नाथ मद्गुरु श्री जगद्गुरु ममात्मा सर्वभूतात्मा तस्मै श्री गुरवे नमः. श्री गुरुवायूरप्प. ओम हरि श्री गणपते नमः. अविघ्नमस्तु. ओम नमः शिवाय. श्री पार्वत्यै नमः. ओम नमो नारायणाय. ओम सूर्याय नमः. ओम विष्णवे नमः. ओम श्रीकृष्णाय नमः. ओम नमो भगवते वासुदेवाय. ओम श्री सीतारामचन्द्राभ्यां नमो नमः. सर्वेभ्यो नमः. भक्तेभ्यो नमः. पितृभ्यो नमः. देवेभ्यो नमः. गुरुभ्यो नमः. श्री गुरुवायूरप्प शरणनारायण. ശ്രീമദ് രാമായണം അത് ബാലഭാഷിതം എന്ന പേരിൽ എഴുതിയത് ഒരു തവണ പാരായണം ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് മറ്റേ യൂട്യൂബ് ചാനലിലാണ്. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി. 9048039304 എൻ്റെ ഫോൺ നമ്പർ. രാമായണത്തെ അധ്യാത്മരാമായണത്തെ 4250 ശ്ലോകങ്ങളുള്ള വ്യാസവിരചിതമായിട്ടുള്ള അധ്യാത്മരാമായണത്തെ പരിഭാഷ ചെയ്തത് 5-8 കൊല്ലമായി. അത് സെക്കൻഡ് എഡിഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനവധി വീടുകളിലും അമ്പലങ്ങളിലുമൊക്കെ അത് വായിക്കുന്നുണ്ട്. ലളിതമായിട്ടുള്ള ഭാഷയിൽ രാമായണം മുഴുവൻ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ കൂട്ടിച്ചേർക്കലുകളൊന്നും ഇല്ലാതെ കണ്ട്, സംസ്കൃതമായതുകൊണ്ട് മുഴുവൻ അങ്ങോട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല. അതിനുള്ള പാണ്ഡിത്യമേ എനിക്കുള്ളൂ. എങ്കിലും അതിലൊരു 90% ഞാൻ വിടാതെ കണ്ട് ചേർത്തിട്ടുണ്ട്. അപൂർവം ചിലത് അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയ്ക്ക് ആ ശ്ലോകത്തിന് അതും കൂടി ചേർന്നാലേ അങ്ങോട്ട് ആവുള്ളൂ. അങ്ങനെയുള്ളത് ചേർത്തിട്ടുമുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെ ചേർന്നാലാണ് അതിനൊരു പൂർണ്ണത കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു മലയാളം വായിക്കാൻ അറിയാവുന്ന കുട്ടികൾ മുതൽ എത്ര പ്രായമായവരായാലും മലയാള ഭാഷയിൽ പാണ്ഡിത്യമില്ലെങ്കിലും മനസ്സിലാവണം രാമായണം. രാമായണം എല്ലാവർക്കും അറിയാം. രാമായണം ആരുമില്ല. പക്ഷേ എങ്കിലും രാമായണത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ അത് കഷ്ടിയാവും. സാധാരണ എഴുത്തച്ഛൻ്റെ രാമായണമാണ് അധ്യാത്മരാമായണം എല്ലാവരും വായിക്കാറ്. അപ്പോൾ അത് ഉപേക്ഷിക്കാതെ കൊണ്ട് തന്നെ എൻ്റെ രാമായണം വായിക്കുന്ന ആൾക്കാർ കൂടുതൽ ഇപ്പോൾ ഉണ്ട്. അത് ഇനിയും തുടർന്ന് വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യാത്മരാമായണം എങ്ങനെയാണോ ചിട്ടപ്പെടുത്തിയത്, അധ്യായം ബേസായിട്ട്, അങ്ങനെ 64 അധ്യായം, ഒരു അധ്യായം അധികം, പിന്നെ ഒരു അധ്യായം മാഹാത്മ്യം, ഇങ്ങനെയൊക്കെയാണ്. അത് അതേപടി തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആ ഒരു സംസ്കൃതം മൂലം വായിക്കുന്ന ഒരു സുഖത്തോടു കൂടിയിട്ട് ഇതിനെ വായിക്കാൻ സാധിക്കും. എൻ്റെ എല്ലാ കൃതികളും കാകളി വൃത്തം 12 അക്ഷരമുള്ള ഒരു വരി, അങ്ങനെ 4 വരി, ഇപ്പോൾ 48 അക്ഷരമാണ് വരിക. ജഗതി വൃത്തമാണ് സംസ്കൃതത്തിൽ വരിക. ഇത് കാകളി തൊട്ടുള്ള, കാകളിയിൽ തന്നെ ഒരു 12 അക്ഷരം 48 അക്ഷരമുള്ള ശ്ലോകത്തിൽ 4 ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞാനത് വായിക്കാൻ വേണ്ടി മാത്രമാണ് എഴുതിയത്. പദ്യമായിട്ടും ഗദ്യമായിട്ടും വായിക്കാവുന്ന രീതിയിൽ ഈ കാകളി വൃത്തത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പാട്ട് പഠിച്ചവർക്ക് ഒരു 5-8 രാഗങ്ങളിൽ അത് പാടാൻ സാധിക്കും എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആസ്വദിക്കാനും സാധിക്കും, മനസ്സിലാക്കാനും സാധിക്കും. ഒരുപാട് പോയിൻറ്റ്സ് ചേരുവകളായിട്ട് ചേർത്തിട്ടുള്ളതും അറിവ് സമ്പാദിക്കാനുള്ള ഉപായമായിട്ട് ഈ രാമായണത്തെ നിത്യം പാരായണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഭക്തന്മാർക്കായിട്ട് സമർപ്പിച്ചതാണ്. അതിനെ ഉപേക്ഷ കൂടാതെ കണ്ട് സ്വീകരിക്കണം എന്ന് താല്പര്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റേ രാമായണേ വായിക്കൂ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയ പലരും ഇന്ന്
ഭക്തന്മാരിത് വായിക്കുന്നത് കേട്ടിട്ട് മാറ്റി പറയേണ്ടി വന്നു എന്നതും ഭഗവാന്റേതായ ഒരു അനുഗ്രഹം തന്നെയാണ്. സംസ്കൃതത്തിൽ പാണ്ഡിത്യമില്ലാത്ത ഞാൻ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കി അങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ ഇതിൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഇതും വരിക. കുറേ എഴുത്തച്ഛൻ്റെ അതുപോലെ തന്നെയാണ് വരിക. അപ്പോൾ കോപ്പി അടിച്ചതാണെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. കോപ്പി അടിച്ചതല്ല എന്നുള്ളത് ഭാഗവതം വായിച്ചപ്പോൾ മനസ്സിലായി. ദേവി മഹാത്മ്യം വായിച്ചപ്പോൾ അത് നല്ലോണം മനസ്സിലായി. വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്, അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്യനെ പുച്ഛിക്കുക എന്നൊരു ശീലം മലയാളിയുടെ ഒരു ദോഷമാണത്. അത് ഒഴിവാവാൻ രാമായണത്തെ ആശ്രയിച്ചാൽ മതി. സീതയെപ്പോലെ തിതിക്ഷുഭാവം, രാമായണം സീതായനാണ്. ആ സീതയെപ്പോലെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് അത് ഭഗവാൻ തരുക തന്നെ ചെയ്യും. ക്രോധശീലമുള്ള ലക്ഷ്മണനെ തൻ്റെ ഒപ്പം നിർത്തിക്കൊണ്ട് എപ്പോഴാണോ ക്രോധം എടുക്കേണ്ടത് അപ്പോൾ മാത്രം എടുപ്പിച്ചുകൊണ്ട് നയിച്ചതായിട്ടുള്ള ശ്രീരാമൻ. ശ്രീരാമനെ പോലെ ആത്മസംയമനത്തോടു കൂടിയിട്ട് ജീവിച്ച ഒരു പുരുഷൻ വേറെയില്ല. ഉത്തമ പുരുഷൻ എല്ലാ നല്ല ശീലങ്ങളെയും നന്നായിട്ട് തന്നെ ജീവിച്ച് കാണിച്ചു. ആപത്താണ് എന്നും നമുക്ക് കാണിച്ചു. അത് സ്നേഹമായാലും ധർമ്മബോധമായാലും. ഭരതനെ പോലെ കീഴ്പ്പെട്ട് നിൽക്കുക, വിനീതനായിട്ട് വിനയപൂർവം സേവനമായിട്ട് ചെയ്യുക. അതേപോലെ ഭരണ നൈപുണ്യം ഭരതനാണ് കിട്ടിയതെങ്കിൽ അത് നടത്തിച്ചത് ശത്രുഘ്നനാണ്. ശത്രുഘ്നൻ മാത്രമേ ഈ 14 കൊല്ലം രാജകീയ വേഷത്തോടു കൂടിയിട്ട്, സർവ്വ അധികാരത്തോടു കൂടിയിട്ട്, ഈശ്വരന് വേണ്ടിയിട്ട് ഒരു രാജാവ് എങ്ങനെയാണോ ക്ഷാത്രധർമ്മത്തെ ചെയ്യുന്നത് അതേപോലെ ഭരതനും രാമനും വേണ്ടിയിട്ട് ശത്രുഘ്നൻ നന്നായിട്ട് തന്നെ ഭരിച്ചു. ഭരതൻ്റെ രാജ്യഭാരം എന്നാണ് പറയുക എങ്കിലും ഭരിച്ചത് ശത്രുഘ്നനാണ്. ആരും പറയാറില്ല. ഭരതനാണ് നിയമേന ഇതെല്ലാം അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം ശത്രുഘ്നൻ ഒരു പക്ഷേ സൂചന കൊടുക്കുന്നുണ്ടാവുക. പുസ്തകത്തിൽ നോക്കിയിട്ട് നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ കൊണ്ടിട്ടാൽ താഴെയുള്ളൂ. ശത്രുഘ്നനെ നല്ലവണ്ണം അറിയാം എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന്. ഏട്ടൻ്റെ നിർദ്ദേശം അനുസരിച്ച് നന്നായിട്ട് തന്നെ ഭരിച്ചു കഴിഞ്ഞപ്പോൾ 14 കൊല്ലം കഴിഞ്ഞപ്പോൾ 10 ഇരട്ടിച്ചു ഭണ്ഡാരം. ക്രെഡിറ്റ് ഗോസ് ടു ഭരതൻ. ഈ മുതൽ മുഴുവൻ കൊടുത്തത് ശ്രീരാമന്. ഇതാവണം നയം. എല്ലാവരും കൂടിയിട്ട് ഒരേ മനസ്സോട് കൂടിയിട്ട് അവരവരുടേതായിട്ടുള്ള കഴിവുകൾ അത് മാക്സിമം പ്രയോഗിക്കുക. അവസരം എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് വേണ്ടത്. മറ്റുള്ളവരെ നിഷേധിച്ചിട്ട് കാര്യമില്ല, പുച്ഛിച്ചിട്ട് കാര്യമില്ല. നഷ്ടമാണത്, ജീവിതം നഷ്ടമാവും. സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, സഹായിക്കാൻ പറ്റുമില്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഉപദ്രവിക്കാതിരിക്കുക. ഉപദ്രവിക്കാൻ വളരെ എളുപ്പം. ആരുടെയും സഹായം വേണ്ട. സഹായിക്കാൻ പലരുടെയും സഹായം ചിലപ്പോൾ വേണ്ടി വരും. അത് നമ്മുടെ ഈ ജീവിതത്തിൽ പാഠമാക്കാൻ രാമായണത്തോളം എളുപ്പമല്ല മറ്റൊരു കൃതികളിലും കിട്ടാനായിട്ട്. ആ രാമായണത്തിൽ എന്താണോ പറഞ്ഞത് അത് നമുക്ക് കേൾക്കാം. ആദ്യത്തെ അധ്യായം ഇപ്പോൾ പാരായണം ചെയ്യണു. അത് ആദ്യം ബ്രഹ്മാണ്ഡപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ അധ്യാത്മരാമായണത്തിന് മാഹാത്മ്യമായിട്ട് ഒരു അധ്യായം ചേർത്തത് ആദ്യം വായിക്കും. അതിനുശേഷം ഒരു അധ്യായം ഈ അധ്യാത്മരാമായണത്തിലെ 7 കാണ്ഡത്തിലെ ആദ്യത്തെ കാണ്ഡത്തിലെ ഒരു അധ്യായം വായിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമി കി ജയ്. ഓം
ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ അധ്യാത്മരാമായണ മാഹാത്മ്യം സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നൈമിശാരണ്യത്തിൽ വെച്ച് നടക്കുന്ന സംവാദമാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും മുഴുവൻ അങ്ങനെയാണ്. ബ്രഹ്മാവ് വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തതാണ് രാമായണമായിട്ട്, വാൽമീകി രാമായണമായിട്ട് പുറത്തേക്ക് വന്നത്. അതിൻ്റെ മുന്നേ തന്നെ അധ്യാത്മരാമായണം ഉണ്ടായിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. കാവ്യം എന്ന നിലയ്ക്ക് ബൃഹത്തായിട്ട് 24,000 ശ്ലോകത്തോടു കൂടിയിട്ട് വന്നതുകൊണ്ട് ആദികാവ്യം എന്ന രാമായണ കൃതിക്ക് വാൽമീകിയുടെ രചയിതാവ് എന്ന ഖ്യാതിയോട് കൂടിയിട്ട് എല്ലാവരും സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ ആദികാവ്യം രചിച്ചത് വാൽമീകിയാണ്. രത്നാകരൻ എന്ന കാട്ടാളൻ മര ആ മരം ഈ മരം മര എന്നാക്കിക്കൊണ്ട് ജപിച്ച് രാമരാമ എന്നായി ഇരുട്ടിനെ മാച്ചു. സംശയം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാമായണത്തെ എഴുതൂ, രാമകഥ പറയൂ. 2 പക്ഷികളിരുന്ന് സല്ലപിക്കുന്ന സമയത്ത്, ആൺപക്ഷിയും പെൺപക്ഷിയും സല്ലപിക്കുന്ന സമയത്ത് ഒരു വേടൻ അതിലൊരു പക്ഷിയെ എഴുതി വീഴ്ത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യരുത് എന്ന ആ സന്ദേശമാണ് രാമനിൽ നിന്നും സീതയെ വേർപ്പെടുത്തിയായിട്ടുള്ള രംഗത്തെ ഓർമ്മ വന്നത്. അതാണ് വലിയ മഹാകാവ്യമായിട്ട് മാറിയത്. അപ്പോൾ ഈ കാവ്യം എഴുതുന്നതിന് മുന്നേ തന്നെ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെയും നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഭാവത്തിലെത്താൻ സാധിക്കുള്ളൂ. അത് എത്തിച്ചത് രാമനാമം ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടിയതുകൊണ്ടാണ്. അവിടെ ഗുരുവായിട്ട് വന്നത് ബ്രഹ്മദേവൻ തന്നെയാണ്. വേദം പുറമേക്ക് എല്ലാവർക്കുമായിട്ട് കൊടുത്ത ഉപജ്ഞാതാവ് ആണ് ഈ ബ്രഹ്മാവ്. പ്രജാപതി അധ്യക്ഷൻ, സൃഷ്ടികർത്താവ്, ത്രിമൂർത്തികളിൽ ഒരാൾ ഗുരുവായിട്ട് കിട്ടി. അപ്പോൾ അതിൽ കൂടുതൽ എന്താ ഇന്നൊരു മഹിമ വേണ്ടത്? പറയേണ്ടത് ഭഗവാനെക്കുറിച്ചാണ്, ഭഗവത്വത്തെക്കുറിച്ചാണ്. അതിൽ ഒരു അവതാരത്തിന് ഇത്രയും പ്രാധാന്യമുണ്ട്. താൻ ചെയ്ത ലീലകൾ തൻ്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മിയെ കൊണ്ട് ഒപ്പം നിന്നുകൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള ആ സകല മായകളെയും പ്രയോഗിച്ചുകൊണ്ട് വസുതയായിക്കൊണ്ട് ഭൂമിയിൽ നിന്നും പൊന്തി വന്നതായിട്ടുള്ള ആ ലക്ഷ്മി ദേവി സീതാദേവി എന്ന പേരിൽ അറിയപ്പെട്ടു. ആ സീതാദേവിയെ ഭൂമിയിലേക്ക് തന്നെ പറഞ്ഞയച്ചതിൻ്റെ ശേഷവും രാമചരിതം വളരെയധികം വിസ്തൃതമായി. അപ്പം അത് കാവ്യമായിട്ട് വാൽമീകി രചിച്ചു. അതാണ് രാമായണം. എന്നുള്ളത് ധാരാളം അർത്ഥങ്ങളുണ്ട്. അഗ്നിബീജമാണ്. എന്നാലും ഇരുട്ടിനെ മലയാളീകരിക്കുമ്പോൾ ഇരുട്ടിനെ മായ്ക്കുക എന്ന് ഈ ജ്ഞാന കാവ്യത്തിന് പേരുണ്ട്. ആ കാവ്യത്തെ, അതിൻ്റെ മഹിമയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് പഠിച്ചു കഴിഞ്ഞാൽ. എല്ലാ പുരാണത്തിലും ഇതിവൃത്തം എന്താണ്? കലികന്മഷ ദോഷത്തെ ഇല്ലാണ്ടാക്കാൻ എന്താണ് മാർഗം ചോദിക്കുന്നത് നാരദനാവും, ഉത്തരം പറയുന്നത് ബ്രഹ്മാവാവും. ഇവിടെയും അങ്ങനെ തന്നെ. അപ്പം അങ്ങനെയുള്ള ആ രാമായണത്തിൻ്റെ മഹിമയെ നമുക്കൊന്ന് കേൾക്കാം. സൂതൻ പറഞ്ഞു, ഓം ബ്രഹ്മാവു വാൽമീകിക്കോദിയ സൽക്കഥ ബ്രഹ്മമുഖവാണി നിത്യം ജപിക്കുമീ ജീവജാലങ്ങളെ മുക്തരാക്കാൻ സ്വയം 3 ലോകത്തും നടക്കുന്നു നാരദൻ. നാരന്തം പരമാത്മകം ഇതി എന്നാണ് നാരദൻ. നാരദൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നയാളാണ്. എവിടെയാണോ ചെറിയൊരു കുറവുള്ളത് ആ കുറവിനെ നികത്താൻ നാരദൻ്റെ ഒരു ഉപദേശം കൊണ്ട് സാധിക്കും. അവിടേക്ക് നാരദൻ ചെല്ലുകയും ചെയ്യും, അത് പരിഗണിക്കുകയും ചെയ്യും, പരിഹരിക്കുകയും ചെയ്യും. അതാണ് നാരദൻ. ആ നാരദൻ ആണ് ഈ പ്രകാരത്തിൽ ബ്രഹ്മാവിൽ നിന്ന് ഉപദേശം നേടാൻ വേണ്ടിയിട്ട് സത്യലോകത്തിലെത്തിയത്. ഓം സൂതൻ പറഞ്ഞു, ഓം ബ്രഹ്മാവു വാൽമീകിക്കോദിയ സൽക്കഥ ബ്രഹ്മമുഖവാണി നിത്യം ജപിക്കുമി ജീവജാലങ്ങളെ മുക്തരാക്കാൻ സ്വയം 3 ലോകത്തും നടക്കുന്നു നാരദൻ. സത്യലോകത്തിൽ പിതാവിനെ കാണുവാൻ
ചെന്നു നമിച്ചങ്ങൊരു നാൾ വിനീതനായി വേദങ്ങളെല്ലാം ഉടൽ പൂണ്ടു ചുറ്റിലും മാമുനിമാർക്കൊപ്പം മാർക്കണ്ഡേയാദികൾ വാണിയോടൊപ്പമിരിക്കും വിരിഞ്ചനെ വാഴ്ത്തി സ്തുതിക്കുന്നതു കണ്ടു നാരദൻ ഭക്തർക്കു വാഞ്ചിതമേകുന്ന നാൻമുഖൻ നാരദനെ കണ്ടു ചോദിച്ചു തുഷ്ടനായി എന്തറിയേണ്ടു മകനെ പറഞ്ഞിടാം സംശയം തീർക്കാം എനിക്കറിയും വിധം എന്നതു കേട്ടപ്പോൾ നാരദനോദിനാൻ സജ്ജന രക്ഷയെ ഓർത്തു കലികാല ദുഷ്ടർത്തൻ പീഡനം താൻ ചെയ്യും പാപവും കാലപ്രഭാവവും ബുദ്ധിതൻ നാശവും സർവശുഭാശുഭകാര്യം കഥകളും അങ്ങയിൽ നിന്നും ഞാൻ കേട്ടു പലവിധം എങ്കിലും ഘോര കലിയുഗം താണ്ടുവാൻ ഗോപ്യമായുള്ളോരുപായവുമോദനം ആചാരം വിട്ടവർ പുണ്യമില്ലാത്തവർ സത്യത്തെ പോലും തൃണവൽഗണിച്ചവർ അന്യാപവാദവും അന്യർത്തൻ സമ്പത്തും കക്കുന്നു ഹിംസാപരർ അന്യസ്ത്രീകളെ മൂഢർ കരുതുന്നു ദേഹത്തെ ദേഹിയായി നാസ്തികർ പാഖണ്ഡർ എന്നും മൃഗസമർ മാതാപിതാക്കളെ ദ്വേഷിപ്പവർ സദാ ഭാര്യയ്ക്കടിമകൾ ലോഭികൾ ദാംഭികർ വേദവും അന്നവും യോനിയും വിൽക്കുവോർ മദ്യത്തെ സേവിച്ചും ചൂതാടി വഞ്ചിച്ചും സ്വന്തധർമ്മം വിട്ട് ശൂദ്രൻ ദ്വിജനായും ശൂദ്രനെ സേവിക്കൽ ബ്രാഹ്മണ്യം വിൽക്കലും ഭർത്തൃപിതാവിനെ ദ്രോഹിക്കും നാരിയും സ്വസ്ഥത കിട്ടാത്ത ദുഃഖിതർ സർവരും നാമപൂജാവ്രത സേവന ഭാവവും വിട്ട ജനം മുക്തി നേടുന്നതെങ്ങനെ ഏതെങ്കിലും ലഘുപായം പറയണം സൃഷ്ടികർത്താവായ വാണീപതി ഭവാൻ. നാരദൻ കലികാല ദോഷങ്ങളെ നല്ലോണം പറഞ്ഞു. അതിനുശേഷം കലികാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു വിഷയമാണ് ആയുസ് അധികമില്ല, മറവിയുണ്ട്, സമയമില്ല, തുച്ഛമായിട്ടുള്ള ജീവിതം, അത് ഉറക്കം പോലും ഉപേക്ഷിച്ചുകൊണ്ട് പണിയെടുത്ത് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് പണിയെടുക്കണു, കിട്ടുന്നത് ദുഃഖമാണ്. അതിനെ പരിഹരിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് അലയും, ഭ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെയും പോവും, അപ്പുറത്തും പോവും, ഇങ്ങനെയും പോവും, ഓടി 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 ഈ ഓട്ടം മാത്രം ബാക്കി, കിട്ടുന്നത് കുറച്ചായിപ്പോയി. സപ്താഹവേദികളിൽ, നവാഹവേദികളിൽ, ഏകാദശ അഹവേദികളിൽ ശിവപുരാണം അങ്ങനെ വരിക. അധ്യാത്മരാമായണം 7 ദിവസം കൊണ്ട് ചെയ്യാം. വാൽമീകി രാമായണത്തിന് 11 ദിവസം വേണം. അപ്പം അങ്ങനെയുള്ള വേദികളിലൊക്കെ എത്തും. വേണ്ടത് ഗ്രഹിക്കാൻ പറ്റില്ല. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, അതേപോലെ കുടുംബ പ്രാരബ്ധങ്ങൾ, കുടുംബ ആരാമന്മാരാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതേപോലെ സംഘദോഷം, സമ്പർക്കദോഷം, നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടില്ല. ഇതൊക്കെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് ഭൗതികമായിട്ട് അനുഭവിക്കുന്ന ദുഃഖദുരിതങ്ങൾ അതിനെങ്ങനെയാണ് മറികടക്കുക എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവും അത് പറയാൻ വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ മഹാദേവൻ പറഞ്ഞു കൊടുത്ത രാമായണം പാർവതി കേട്ടതിനെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം എന്ന് ബ്രഹ്മാവ് പറയുകയാണ് നാരദനോട്. സന്തുഷ്ടനായി വിധി ചൊല്ലി മുനിയോട് നന്നു നിൻ ചോദ്യപ്പൊരുളും സമയവും പാർവതി പണ്ട് ശിവനോടു ചോദിച്ചു സ്നേഹപൂർവം രാമതത്വം കഥിക്കുവാൻ. താരകബ്രഹ്മമാം രാമനാമം ശിവൻ നിത്യം ജപിക്കണം ഗൂഢാർത്ഥ ചിന്തയാൽ. എല്ലാ പുരാണ ഉപനിഷത് ആഗമ സാരം ഇതിഹാസം വിഷ്ണുവിന്നിംഗിതം അധ്യാത്മരാമായണത്തെ യഥാവിധി രാമനെ പൂജിച്ചു കേൾപ്പിച്ചു ഗൗരിയെ. ആനന്ദമഗ്നർ മനനം ചെയ്തിപ്പോഴും കാശിയിൽ വാഴുന്നു സാധുക്കൾ കേൾക്കുവാൻ. കാശിയിൽ വെച്ചിട്ടാണ് രാമായണം ഉപദേശിച്ചത് എന്നാണ്. കാശിക്കും വൃന്ദാവനത്തിനും നാശമില്ല, പ്രളയത്തിലും നാശമില്ല എന്നാണ്. സർവവേദ ഉപനിഷത് ശാസ്ത്ര സാരമായിട്ടുള്ള ഈ രാമായണം താരകബ്രഹ്മം എന്ന രാമനാമം, ഓങ്കാരം, ശബ്ദബ്രഹ്മത്തിൻ്റെ, ഗായത്രിയുടെ, മൂലമന്ത്രത്തിൻ്റെ, ഭാഗവതത്തിൻ്റെ, രാമായണത്തിൻ്റെ, വേദത്തിൻ്റെ ഒക്കെ സാരാണ്. ആ താരകബ്രഹ്മം എന്ന രാമ എന്ന മന്ത്രം 2 അക്ഷരമുള്ളൂ, പണ്ട് കാര്യമില്ല. നാരായണ എന്ന
നാമത്തിൻ്റെ രാകാരം എന്ന മന്ത്രബീജം, നാമബീജം, നമശിവായ എന്ന മന്ത്രത്തിലെ മകാരം എന്ന ആ ബീജാക്ഷരം രണ്ടും കൂടി ചേർത്ത് നാരായണനും മഹാദേവനും നാരായണ നമശിവായ രാമ ആ മന്ത്രമാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. വൈഷ്ണവവും ശൈവവും കൂടി ചേർത്ത് ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കാനുള്ള വേറെ ഒന്നും വേണ്ടാന്ന്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. 1000 നാമം സഹസ്രനാമമായിട്ട് മന്ത്രമായിട്ട് ജപിക്കുമ്പോൾ അത്രയും സമയം വേണമല്ലോ. അതിനും എളുപ്പമായിട്ട് എന്താ മാർഗം എന്ന് ചോദിച്ചപ്പോഴാണ് പാർവതിയോട് മഹാദേവൻ പറഞ്ഞത് രാമരാമ എന്ന് ജപിച്ചോളൂ, അത്രേ വേണ്ടൂ എന്ന്. പാർവതിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. ഭാഗവതത്തിൻ്റെ രചനയും കൂടി കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് 3 നാമങ്ങളെ കൂട്ടിച്ചേർത്തു എന്നാ. പാപങ്ങളെ ഹരിക്കുന്നതായിട്ടുള്ള ഹരിയുടെ നാമവും രാമായണത്തിലെ രാമനെയും ഭാഗവതത്തിലെ കൃഷ്ണനെയും ചേർത്തുകൊണ്ട് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എത്ര രാഗങ്ങളിലായിട്ടാണ് ഈ കലി സന്തരണ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ലഘുപായം ഇതിനേക്കാൾ കൂടുതൽ വേറെ ഏതാ ഉള്ളത്? നാരായണ നമശിവായ രാമ ഹരേ കൃഷ്ണ, ഇത്രേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഭഗവാനെ പൂജിക്കുക, ഗ്രന്ഥത്തെ പൂജിക്കുക, ഗുരുവിനെ പൂജിക്കുക, വിഘ്നേശനെ പൂജിക്കുക, ദുർഗയെ പൂജിക്കുക, ആദിത്യനെ പൂജിക്കുക. ആദിത്യം അംബികാം വിഷ്ണു ഗണനാഥം മഹേശ്വരം അഗ്നിം ച അല്ലെങ്കിൽ വന്യം ച. അങ്ങനെ പഞ്ചദേവാൻ നമസ്കൃത്യ. അതേപോലെ അഗ്നിയെ ചെറിയൊരു ഗണപതി ഹോമം എന്താ വെച്ചാൽ അത് ചെയ്ത് അങ്ങനെയാണ്. രാമായണത്തെ എല്ലാ ദിവസവും വായിക്കൂ. രാമായണം എന്നുള്ളത് കർക്കിടമാസം എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അത് ആരോടോ എപ്പോൾ പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ചു. അങ്ങനെയാണല്ലോ. അല്ലാതെ കർക്കിടമാസം എന്ന് പറഞ്ഞിട്ടൊരു രാമായണ മാസമില്ല. അത് തെറ്റാ. എല്ലാ ദിവസവും രാമായണത്തെ പാരായണം ചെയ്യണമെന്നാണ്, എല്ലാ ദിവസവും ഭാഗവതത്തെ പാരായണം ചെയ്യണമെന്നാണ്. രാമായണവും ഭാഗവതവും ദേവീ മാഹാത്മ്യവും പാരായണം ചെയ്താൽ വേറെ യാതൊന്നും വേണമെന്ന് തോന്നുന്നില്ല. അതിലെല്ലാം ഉണ്ട്. അങ്ങനെയാണ്. ശിവനെ പറയാതെ കണ്ട് ഭാഗവതം കടന്നു പോവില്ല. ശിവനെ പറയാതെ കണ്ട് രാമായണവും കടന്നു പോവില്ല. അപ്പോൾ ശിവനെ കിട്ടി, ദേവിയെ കിട്ടി, വിഷ്ണുവിനെ കിട്ടി. ശൈവ വൈഷ്ണവ ശാക്തയെ, അതാണ് ശിവനിവിടെ പറഞ്ഞത്. അധ്യാത്മരാമായണത്തെ യഥാവിധി രാമനെ പൂജിച്ചു കേൾപ്പിച്ചു ഗൗരിയെ ആനന്ദമഗ്നർമനനം ചെയ്തിപ്പോഴും കാശിയിൽ വാഴുന്നു സാധുക്കൾ കേൾക്കുവാൻ. കേട്ടാൽ പഠിച്ചാൽ പഠിപ്പിച്ചാൽ നേരിടാം ഭൂവിൽ സുഖം പിന്നെ അന്ത്യത്തിൽ മുക്തിയും. രാമസീതാകഥ നിത്യം ശ്രവിക്കുകിൽ ബ്രഹ്മഹത്യാദി മഹാപാപം തീർന്നിടും. ഷഡ്വൈരി മുക്തരായി സാത്വികരായിടാം വെല്ലാം കലികാലദോഷം നിരയവും. അധ്യാത്മരാമായണത്തെ പരത്തുകിൽ ശാസ്ത്രങ്ങൾ പോലും നമിക്കും പതിതരായി. സർവജ്ഞരാകും മഹജ്ജനമൊക്കെയും മോഹിതരാകുന്നു രാമതത്വമതിൽ. പണ്ട് ശിവൻ എന്നെ കേൾപ്പിച്ച സംഹിത ഹൃത്തിയിൽ ഉദിച്ചപ്പോൾ ചൊല്ലാം മഹാമുനെ. ബ്രഹ്മാവിനോടും മഹാദേവൻ പറഞ്ഞിട്ടുണ്ട്. ഷഡ്വൈരി, ഷഡൂർമി, ഷഡ് അരി, പഞ്ചക്ലേശങ്ങൾ, സപ്തവ്യസനങ്ങൾ, 3 3 ശോകം, ഇതൊക്കെ തീർക്കാൻ രാമായണത്തെ പഠിച്ചാൽ മതി എന്ന് മഹാദേവൻ ബ്രഹ്മാവിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയാം, കേൾക്കൂ നാരദ. സമ്പൂർണമെന്നാൽ കഴിയില്ല ചൊല്ലുവാൻ, എങ്കിലും ശ്രദ്ധിച്ചു സാരം വിടാതെ ഞാൻ ആവും പോലൊക്കെ പറയാൻ ശ്രമിച്ചിടാം. അധ്യാത്മരാമായണത്തിൻ പൊരുളുകൾ 1 2 ഉപാസനാമന്ത്രമായി 10 ശ്ലോകം ഒരു അധ്യായമെങ്കിലും. അന്യചിന്ത എന്നെ നിത്യം പഠിക്കുകിൽ ജീവിക്കലും മുക്തനായി ഭവിച്ചിടും. ഗ്രന്ഥപൂജയ്ക്കുണ്ട് അശ്വമേധ ഫലം, വന്ദിക്കിൽ ദേവനെ കണ്ട് ഫലം തരും. ദാനത്താൽ ഏകാദശി നോറ്റ സദ്ഫലം, കേൾക്കുകിൽ ഗായത്രി ദീക്ഷാ സമം ഫലം. പ്രാതലിൻ മുമ്പു നാം വായനോപാസന
വേറൊരു ആശ്രയമില്ലെന്നുറച്ചെന്നും ചെയ്യുകിൽ ആ തപസ്സിൻ ഫലം ശ്രീരാമൻ തന്നിടുമേവർക്കും ഭക്തിയും മുക്തിയും. രാമനവമി ദിനം വ്രതം നോറ്റിട്ട് രാമായണത്തെ പഠിച്ചാൽ ഹരിയേകും. സൂര്യഗ്രഹണ നാൾ പുണ്യതീർത്ഥം തന്നിൽ വിപ്രർക്ക് സ്വർണം കൊടുത്ത ഫലം ദൃഢം. ഇപ്പോൾ രാമായണം എങ്ങനെയാണ് ഉപാസിക്കേണ്ടത്? വായിക്കുക, ദാനം കൊടുക്കുക, പൂജിക്കുക, തൊട്ട് നമസ്കരിക്കുക, ധാരാളം ഉപായങ്ങളുണ്ട്. ശ്രവണ മനന നിധിധ്യാസം കൊണ്ട് അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുക. രാമായണത്തെ അഹർനിശം പാടുകിൽ ഇന്ദ്രാദിദേവകൾ ഭൃത്യരായി തീർന്നിടും. 7 തിരിയിട്ട് കത്തിച്ച ദീപത്തിൻ മുന്നിൽ ജപിച്ചാൽ ഫലം കോടിയായിടും. 7 എന്നുള്ളത് ദേഹത്തെ സംബന്ധിച്ചാണ്, ദൈഹികം ആണ്. സപ്തധാതുക്കളെ കൊണ്ടാണ് ശരീരം നിലനിൽക്കുന്നത്. സപ്ത ആവരണമാകുന്ന മായ, പൃഥിവ്യ തേജോ വായു ആകാശം, പ്രകൃതി മഹത്ത്, അതല്ലെങ്കിൽ പഞ്ചഭൂതം മഹത്ത് അഹം എന്ന ഈ 7 അത് നമ്മളെ വല്ലാതെ കണ്ട് കുടുക്കും ഇവിടെ. അപ്പോൾ ആ 7നെ മറികടക്കാൻ ത്വക് ചർമ്മ രുധിര മേധോ മാംസ മജ്ജ അസ്ഥി ധാതവ. അപ്പോൾ ഈ 7 ധാതുക്കളും അതുകൊണ്ട് നിർമ്മിച്ച ഈ ശരീരവും ഈ ജീവന് ശരീരം കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നതായിട്ടുള്ള മനസ്സിൻ്റെ ഒപ്പമുള്ള കാമബാക്കി കർമ്മബാക്കി വാസനകൾ, കർമ്മവാസനകൾ അത് മുഴുവൻ തീർക്കും. അതാണ് ഇതിൻ്റെ ഗുണം. അതുകൊണ്ടാണ് 7 തിരി കത്തിച്ച് ഒരു നിലവിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പറയണത്. 2 തിരിയിട്ടിട്ട് ഗണപതിക്ക് ഒരു വിളക്ക് വയ്ക്കുക. 7 തിരിയിട്ടിട്ട് ശ്രീരാമനെ സങ്കല്പിച്ച് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സീത ഹനുമാൻ ഭക്തരും ഇങ്ങനെ സങ്കല്പിച്ച് വേണം ആ വിളക്ക് വയ്ക്കാനായിട്ട്. ശ്രദ്ധയോടെന്നും ശ്രീരാമ ഹൃദയത്തെ ആലാപനം ചെയ്താൽ ശുദ്ധനായി മുക്തനാം. മാരുതി തൻ്റെ സമീപമായാൽ കാമം തീർക്കും ഇഹ പരാശ്രയസ്സും നേടിടും. രാമായണം വായിക്കുമ്പോൾ 3 സന്ധ്യയ്ക്കൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും വായിക്കാം. അർദ്ധരാത്രിയും രാമായണം വായിക്കാം. വളരെയധികം സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം. ഉപാസനയായിട്ട് ചെയ്യുമ്പോൾ, ക്ഷേത്രം തുടങ്ങിയിട്ടുള്ള ചില പുണ്യ സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യുമ്പോൾ അതിന് ചില നിയമങ്ങളെയൊക്കെ പാലിക്കാനുണ്ട്. ആ നിയമങ്ങളെ ആ സമയത്ത് പാലിക്കുകയും വേണം. എന്നാൽ സ്ഥിരമായിട്ട് നമ്മൾ രാമായണം വായിക്കുന്നു, ഇപ്പോൾ ഇന്ന് രാവിലെ പറ്റി, പിന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷമേ പറ്റിയുള്ളൂ, അപ്പോൾ വായിക്കാതിരിക്കുകയല്ല വേണ്ട, ആ സമയത്ത് വായിക്കുക വേണ്ട. യാത്ര പോയി തിരിച്ചു വന്നത് രാത്രി 10 മണിക്ക് ശേഷമാണ്. രാമായണം വായിച്ചിട്ട് മതി കിടന്നുറങ്ങുക എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനാണ് പ്രാധാന്യം, വായിക്കുന്നതിനാണ് പ്രാധാന്യം, വായിക്കാതിരിക്കരുത് എന്ന് സാരം. സദാസേവ്യ ആണ്. 3 സന്ധ്യയ്ക്ക് ഹനുമാൻ തേവാരം ചെയ്യും. ഹനുമാൻ എവിടെയാണോ രാമായണം വായിക്കുന്നത് വെച്ചാൽ അവിടെ എത്തും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അത് ചെയ്യരുത്, ബാക്കി എല്ലാ സമയത്തും ചെയ്യാം. തൃത്താവിൻ ചാരത്തരയാലിൽ ചോട്ടിലും രാമഹൃദയത്തെ ചൊല്ലുകിൽ ആ ഭക്തൻ പ്രത്യക്ഷരം ബ്രഹ്മഹത്യാവിമുക്തനായി സംസാരം താണ്ടി ശ്രീരാമനിൽ ചേർന്നിടും. ശ്രീരാമതത്വം ശിവനെ അറിയാവൂ, പാതി ശിവയ്ക്കും അതിൻ പാതി എന്നിലും. തെല്ലത് നിന്നോടു മോദാം ജനത്തിനായി നൽകിയിടയണം മുക്തരാകട്ടെ സർവരും. ഏറ്റവും പ്രധാനം അതാണ്. നമുക്ക് മുഴുവനായിട്ടത് മനസ്സിലാവുമെന്ന് തെറ്റിദ്ധരിക്കുകയേ അരുത്. ശ്രീരാമന് മാത്രമേ പൂർണ്ണമായിട്ട് അറിയുള്ളൂ എന്ന് മഹാദേവനാണ് പറയണത്. പിന്നെ അതിൻ്റെ പകുതി പാർവതിക്കറിയും, അതിൻ്റെ പകുതിയെ എനിക്കറിയുള്ളൂ ബ്രഹ്മാവ് പറയുക നാരദനോടെ. അപ്പോൾ അതിൻ്റെ എത്രയോ കുറച്ചല്ലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ കഥയൊക്കെ പറയും, ആദ്യം വായിക്കുമ്പോൾ കഥാരുചി, പിന്നീട് കഥയിലുള്ള തത്വങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഭക്തന്മാർ ഭഗവാനെ സ്തുതിച്ചത്, ഭഗവാൻ ഭക്തന്മാരോട് ഉപദേശം കൊടുത്തത്, ഇതൊക്കെ അതിൽ സാന്ദർഭികമായിട്ട് വരും. അതുകൊണ്ടാണ് രാമായണം വായിച്ചാൽ ജ്ഞാനിയാവും എന്ന് പറയാനുള്ള കാരണം. ശ്രീരാമഗീത പോലൊന്നില്ല നാരദ, ചിത്തശുദ്ധിക്കായി ദിവ്യമൊരൗഷധം. സർവതീർത്ഥങ്ങൾ പരിഹാരഹോമവും
ദാനവും യാഗവും അഷ്ടാംഗയോഗവും കൃച്ഛ്രവ്രതങ്ങളും തീർക്കാത്ത പാപങ്ങൾ തീർക്കില്ല സന്യാസയോഗവും മാമുനെ. ലക്ഷണമേകിയ രാമഗീതാമൃതം കേട്ടു പഠിച്ച് മനനം ചെയ്തിടുകിൽ അഗ്നിയിൽ നെയ്യെന്ന പോലെ ദഹിച്ചിടും കർമ്മബന്ധം പാപവാസനയൊക്കെയും. ഏറ്റവും പ്രധാനം നമ്മൾ കർമ്മം ചെയ്യരുത് എന്നല്ല, കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണമെന്ന. ഒപ്പം രാമായണത്തെ പഠിക്കുക എന്നത് ശീലമാക്കണം എന്നാണ്. കർമ്മത്തെ ഉപേക്ഷിച്ച് രാമായണത്തെ വായിക്കണമെന്നല്ല. അപ്പോൾ രാമായണത്തെ ആശ്രയിക്കുക, കർമ്മങ്ങളെ ഒക്കെ ചെയ്യുക. അവനവന് കുലത്തിൻ്റെ ധർമ്മമുണ്ട്, വർണ്ണാശ്രമ ധർമ്മങ്ങൾ പാലിക്കുക. കടമകൾ കർത്തവ്യം പോലെ ചെയ്യുക, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളായിട്ട് ചെയ്യുക, ശീലമായിട്ട് ചെയ്യുക. അത് ഒഴിവാക്കരുത്. നമ്മളെ ആശ്രയിക്കുന്നവരെ പോറ്റേണ്ടത് നമ്മൾ തന്നെയാണ്. ഗൃഹസ്ഥർക്കാണ് ഏറ്റവും കൂടുതൽ രാമായണത്തെ ആവശ്യം. അപ്പോൾ അതിൻ്റെ പുണ്യഫലം ആ സ്വഭാവമായിട്ട് ഗൃഹത്തിൽ വരും, അത് ഐക്യമായിട്ട് മാറും, ഒരിക്കലും വിദ്വേഷം ഉണ്ടാവില്ല. ഭാരതം വായിക്കുമ്പോൾ തമ്മിത്തല്ലാണ് ഉണ്ടാവുക വെച്ചാൽ രാമായണം വായിക്കുമ്പോൾ ഭാര്യ ഉപേക്ഷിക്കലല്ലേ ഉണ്ടാവുക? അങ്ങനെ എന്താ ആരും പറയാത്തത്? അജ്ഞാനാണ്. ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഭാരതം വായിക്കുമ്പോൾ തമ്മിത്തല്ലുണ്ടാവുമെന്ന് പറയാനുള്ളത്. കാരണം രാമായണം വായിക്കുമ്പോൾ രാമൻ സീതയെ ഉപേക്ഷിച്ചത് എന്ത് കാരണം കൊണ്ട്, അതിൻ്റെ സാങ്കത്യം എന്ത്, ഇത് മനസ്സിലാക്കാതെ കണ്ട് തെറ്റിദ്ധരിച്ചാൽ മാർഗമില്ല. അപ്പോൾ രാമായണത്തെ വായിക്കുമ്പോൾ ഐക്യമാണ് ഉണ്ടാവുക, ഭാരതത്തെ വായിക്കുമ്പോൾ കുടുംബത്തിൽ സുഖമാണ് ഉണ്ടാവുക. അതറിയാത്തത് കൊണ്ടാണ്. അതിൻ്റെ വേണ്ടത് എടുക്കാതെ കണ്ട് വേണ്ടാത്തത് എടുക്കുമ്പോൾ ഐക്യം ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. കാർത്തവീര്യാർജുന ശിക്ഷയ്ക്കായി ഭാർഗവൻ നേടി ധനുർവിദ്യ ഒപ്പം പരശുവും ശങ്കര അനുഗ്രഹം ഒപ്പം ശിവയോതി രാമഗീതാ തത്വം ഭാർഗവ രാമനായി. ദുർഭാഷണം, ദുഷ്ടദാനം, ദുരാചാരം, ദുഷ്ടസംഗം, മഹാപാപം, ദുർഭക്ഷണം ചെയ്തവൻ പശ്ചാത്തപിച്ചിട്ടു ഗീതയെ കേട്ടാൽ നരകത്തിൽ പോകാതെ മുക്തനാം. അപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുള്ളൊരവസ്ഥയിൽ പശ്ചാത്തപിച്ചുകൊണ്ട് രാമായണത്തെ കേട്ട് കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്നും മോചനം നേടാം. ഇതാണ്. ക്ഷേത്രത്തിൽ സദ്ഗുരു അശ്വത്ഥം തൃത്താവ് സാളഗ്രാമ ശില തന്നുടെ ചാരത്തായി രാമഗീത ഭക്തിയോടെ പഠിക്കുകിൽ വിഷ്ണുപാദം പൂകും സർവ പിതൃക്കളും. അപ്പോൾ പിതൃക്കളുടെ മുക്തിക്കും ഇതുമതി എന്നർത്ഥം. അതാണ്. ശ്രാദ്ധകാലത്തിൽ ദ്വിജർക്കന്നമേകിയും രാമായണം പാടിദാനാദി ചെയ്യുകിൽ പൈശാചികർ മുക്തരായി പരമ്പര നിൽക്കും ഒരു കൽപ്പകാലം ശ്രീനാരദാം. ഇപ്പോൾ ചാത്തത്തിൻ്റെ ദിവസമൊക്കെ രാമായണം വായിക്കുക. പെലയിൽ വായിക്കണ്ട. പെലയിൽ വായിച്ചത് കേൾക്കണോണ്ട് വിരോധമില്ല. ഇനി മറ്റുള്ളവർ വായിച്ചത് കേൾക്കണോണ്ട് വിരോധമില്ല. അവനും വായിക്കരുത് പെലയിൽ. രാമായണ ഗ്രന്ഥഹേളനം എന്നൊരു കുഴപ്പം വരും. ഇപ്പോൾ ഗ്രന്ഥഹേളനം വരിക അത് പാടില്ല. ഭഗവാന് അയിത്തല്ല, പക്ഷേ ഗ്രന്ഥത്തിന് അതുണ്ട്. അതുകൊണ്ട് കാരണം ഇത് പൂജിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു വസ്തുവാണ്. അത് അശുദ്ധമാക്കിയത് എങ്ങനെയാണ്? അപ്പോൾ അത് വേണ്ട. കേൾക്കണോണ്ട് വിരോധമില്ല. സ്വയം പാരായണം ചെയ്യേണ്ട. ഏകാദശി വ്രതം നോറ്റിട്ട് അഗസ്ത്യൻ്റെ ഇഷ്ടമരം അത്തിച്ചോട്ടിൽ ഈ ഗ്രന്ഥത്തെ ഭക്തിയോടൊത്തു പഠിക്കുകിൽ നേരിടാം രാമസായുജ്യം പുനർജന്മമെന്നിയേ. ദാനവ്രത ഹോമ പൂജകൾ കൂടാതെ രാമായണത്തെ പഠിക്കുകിലും സദാ തുഷ്ടനായി ജീവിച്ചു ഭക്തനായി തീർന്നിടാം എന്നും ശ്രുതി സ്മൃതി ഓതുന്നു നാരദ. വേദം പുരാണം ഉപനിഷത്തൊക്കെയും കൂട്ടിവെച്ചാൽ രാമഗീതയ്ക്കു താഴെയാം എന്നിങ്ങനെ ബ്രഹ്മാവോദി മകനോട്. ആധ്യാത്മരാമായണത്തിൻ മഹീമയേ ഏതു ഭക്തൻ ഗ്രന്ഥം ദാനം കൊടുക്കയും കേട്ടു പഠിച്ച് പഠിപ്പിക്കുകയോ ചെയ്താൽ ഭക്തൻ തൻ 7 തലമുറ മുമ്പിലും പിമ്പിലും ഉള്ള പിതൃക്കളും മുക്തരാം. ഭക്തനാം വൈരിയോ പക്ഷിമൃഗങ്ങളോ സസ്യമോ രാമനെ ചിത്തത്തിൽ ചേർക്കുകിൽ ദേവകൾ ആജ്ഞയെ കാത്തു നിൽക്കും മുമ്പിൽ സിദ്ധികളൊക്കെയും സേവിച്ചിടും ദൃഢം. തീരും കലിയുഗ ദോഷങ്ങളും ഭുവി വീട്ടാം കടങ്ങളെ പഞ്ചയജ്ഞം സമം. ഭക്തൻ്റെ പാദം പിടിച്ചാൽ ഭഗവാന്റെ പ്രീതിയെ നേടാം എന്ന ആപ്തവാക്യം കൊണ്ട് രാമനെ സീതയെ ഭക്തരെ ദാസരെ രാമായണമെഴുതാനായി നമിപ്പു ഞാൻ. ഇത് മറ്റുള്ള എല്ലാ ഫലങ്ങളും കിട്ടും.
നമ്മൾ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം നോക്കി പഠിക്കുക, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീന്തി പഠിക്കുക. ഇങ്ങനെ പകുതിയും പകുതിയാണ്. എന്ന കൂട്ടത്തിൽ പകുതി രാമായണം കൊണ്ട് കിട്ടും, പകുതി നമ്മുടെ പ്രവർത്തനം കൊണ്ട് കിട്ടും. ഇത് അറിഞ്ഞിട്ടില്ല വെച്ചാൽ അബദ്ധമാവും. പിന്നെ ലീനമായിട്ടുള്ളൊരു ഭാവത്തിലാണ് രാമായണത്തെ പഠിക്കുന്നതെങ്കിൽ നമ്മൾ അറിയാതെ കണ്ട്, നമ്മൾ പറയാതെ കണ്ട് ഈ കാര്യം ദേവന്മാർ നടത്തിത്തരും. അത് അവിടേക്ക് എത്തിയാലേ സാധിക്കുള്ളൂ. നമ്മൾ ലൗകികരാണ്, സാധാരണക്കാരാണ്. അതിനനുസരിച്ച് അതിനെ കേട്ട് പഠിക്കുക. ഇങ്ങനെ രാമായണത്തെ ഒരു അധ്യായം കൊണ്ട് അതിൻ്റെ മാഹാത്മ്യത്തെ പറഞ്ഞു. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉത്തരഖണ്ഡത്തിൽ അധ്യാത്മരാമായണ മാഹാത്മ്യം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗോക്കളെ വിന്ദനം ചെയ്ത എന്നാണ് സാരം. ഈ ജീവന് വസിക്കാൻ വേണ്ടതായിട്ടുള്ള ഭൂമിയെ തന്നത് ഗോവിന്ദൻ. ഈ ശരീരത്തെ, പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരത്തെ തന്നത് ഗോവിന്ദൻ. ഇന്ദ്രിയങ്ങളെ തന്നത്, ജ്ഞാനത്തെ നേരണ്ടേ, ആ ഇന്ദ്രിയങ്ങളെ തന്നത് ഗോവിന്ദൻ. ഇങ്ങനെ 3 ഗോവിന്ദനെ ഓരോ അധ്യായം കഴിയുമ്പോഴും പറയണമെന്നാണ്. അത് ഈ ജീവന് ശരീരവുമായിട്ട് ഇനിയൊരു ബന്ധം വരാത്ത രീതിയിൽ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് ഗോവിന്ദ 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 എന്ന് പറയുക. അതേപോലെ സീതാരാമേന്ദ്രന്മാർക്ക് നമസ്കാരം. ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമി കി ജയ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവം ശ്രീരാമാർപ്പണമസ്തു. ഗുരുവായൂരപ്പ. നാരായണ നാരായണ.